ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ സ്റ്റാഫിൻ്റെ കാര്യങ്ങളാണ് കൂടുതലും നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇന്ന് നമുക്ക് അതിഥിയായിട്ട് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ജെയുടെ ഡയറക്ടറാണ്. അതുമാത്രമല്ല ഏകദേശം ഒരു വർഷം കൊണ്ട് തന്നെ ജെയുടെ പ്രോഫിറ്റും ടേൺ ഓവറും അതിലും ഏകദേശം ഒരു 3-4 ഇരട്ടിയോളം ഇൻക്രീസ് ചെയ്യിപ്പിച്ച ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പം നമ്മുടെ ടീമിൻ്റെ പുറകെ നിന്ന് ഓരോ കാര്യങ്ങളും നമുക്ക് സ്ട്രാറ്റജി കാര്യങ്ങളും സ്റ്റാഫിൻ്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും അതിൻ്റെ സ്ട്രാറ്റജീസ് എല്ലാതും നമുക്ക് പറഞ്ഞു തരുന്നത് ഷാലു പി റാം ആയ നമ്മുടെ ഡയറക്ടറാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫൗണ്ടറിൻ്റെ ഡോക്ടർ വിപിൻ സാറിൻ്റെ വൈഫ് കൂടിയാണ്. അപ്പം മാം എങ്ങനെയാണ് നമ്മുടെ ഈ സ്ട്രാറ്റജി കാര്യങ്ങൾ, അതും നമ്മുടെ സ്റ്റാഫിൻ്റെ മാനേജ്മെൻറ്റിൽ എങ്ങനെയൊക്കെയാണ് മിസ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ മിസ്സിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സോ വെൽക്കം മിസ്. താങ്ക് യു. ഒരു സ്റ്റാഫ് റിട്ടൻഷന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാം? അതായത് ഇപ്പോൾ അവർ കൊഴിഞ്ഞു പോകുന്നതൊക്കെ നമുക്ക് എങ്ങനെയാണ് അതൊക്കെ മാറ്റാൻ പറ്റുന്നത്? ഓക്കെ, സ്റ്റാഫിന് റിട്ടൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാഫ് നമ്മുടെ കൂടെ തന്നെ നിൽക്കണം എന്നുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലൈഫ് ഈ ഒരു എല്ലായിടും ഇതിപ്പോൾ മനുഷ്യൻ്റെ കാര്യം, ഇതിപ്പോൾ നമ്മൾ സ്റ്റാഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാം ടെമ്പററിയാണ്. പെർമനൻ്റ് ആയിട്ട് ഈ ലൈഫ് ലോങ് ഇവർ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ടെമ്പററിയാണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അത് ഒരു വശമാണ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ നമുക്ക് സ്റ്റാഫ് റിട്ടൻഷന് വേണ്ടിയിട്ട് മെയിൻലി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർക്ക് വർക്കും ലൈഫും കൂടെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. വർക്ക് ലൈഫ് ബാലൻസ്. അപ്പോൾ ഭയങ്കരമായിട്ട് അവർക്ക് ഓവർ സ്ട്രെസ് കൊടുക്കുക, അവർ ടാർഗറ്റ് മീറ്റ് ചെയ്തില്ലെങ്കിൽ അവർ ഷൗട്ട് ചെയ്യുക, അവർ എത്ര ചെയ്താലും നമ്മുടെ കണ്ണിൽ കാണാതെ അവരെ ഒരുമാതിരിക്ക് പറയുകയാണെങ്കിൽ അവർ ഇട്ടിട്ട് പോകും. അത് ആരാണെങ്കിലും ഇട്ടിട്ട് പോകും. അത് ഒന്നെന്ന് പറയാം, അത് നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അവർക്ക് സാലറി ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സാലറി ഇൻക്രിമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ അവർ ഇട്ടിട്ട് പോകുമോ എന്നുള്ള പേടിയിൽ നിങ്ങൾ സാലറി ഇൻക്രിമെന്റ് അല്ല ചെയ്യേണ്ടത്. അവരുടെ പെർഫോമൻസിന് നിങ്ങൾ സാലറി ഇൻക്രിമെന്റ് ചെയ്യണം. ഓക്കെ, അവർ നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് സാലറി അവർക്ക് കൂട്ടിക്കൊടുക്കാം. അല്ല ഇവരിട്ടിട്ട് പോകും, ഇന്ന് ഇവർക്ക് ഇത്തിരി കൊടുത്തേക്കാം, അങ്ങനെ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അടുത്തതെന്ന് പറയുന്നത് സാലറിയുടെ കൂടെ നമ്മൾ അവർക്ക് ഇൻസെൻറ്റീവും കൂടെ കൊടുക്കുക എന്നുള്ളതാണ്. ഇൻസെൻറ്റീവ് കൊടുക്കും. ഇൻസെൻറ്റീവ് കൊടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന അവർ എത്ര രൂപയുടെ പ്രോഡക്റ്റ് ആണോ വെക്കുന്നത്, അത് ചിലർ കമ്മീഷൻ ബേസ് മാത്രം ചെയ്യുന്നവരുണ്ട്. അതെങ്ങനെയാണെങ്കിലും നമ്മൾ അതിനൊരു വളരെ തുച്ഛമായ എമൗണ്ട്, നമുക്കിപ്പോൾ 1 ലക്ഷം രൂപ കിട്ടുമെങ്കിൽ അവർക്കൊരു 100 രൂപ കൊടുക്കുക, അങ്ങനെയല്ല. അതൊരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ അവർക്ക് മാന്യമായ ഒരു ഇൻസെൻറ്റീവ് അവർക്ക് കൊടുത്താൽ അവരിട്ടിട്ട് പോകത്തില്ല. അപ്പോൾ കൂടുതൽ ആൾക്കാർ സാലറിയുടെ പ്രശ്നം പറഞ്ഞിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, വീട്ടിലെ ജോലിയും ഈ ജോലിയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ കൊണ്ടാണ് ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഓഫ്, അവർക്ക് ലീവ് ഉണ്ടെങ്കിൽ ലീവ്, പിന്നെ അവർക്കൊരു ബ്രേക്ക് വേണമെങ്കിൽ അത് അവരുടെ വിഷമം നമ്മൾ കേൾക്കണം. അവരും ഹ്യൂമൻ ബീയിങ് ആണ്. അവരൊരു വിഷമം പറയുന്ന സമയത്ത് നമ്മളത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം എന്നുള്ളതാണ്. അതിപ്പോൾ ആരായിക്കോട്ടെ, ഇപ്പോൾ നമ്മളോട് തന്നെ പറയണമെന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ TLൻ്റെ അടുത്തായിരിക്കും പറയണത്, അല്ലെങ്കിൽ അവരുടെ സീനിയർ എക്സിക്യൂട്ടീവിൻ്റെ അടുത്തായിരിക്കും പറയണത്. ആരായിക്കോട്ടെ. ഇപ്പോൾ മാനേജർ ആണെങ്കിൽ നമ്മുടെ അടുത്ത് പറയുന്ന അവരൊരു വിഷമം പറയുമ്പോൾ അതിനെ നമ്മൾ വെറുതെ തള്ളിക്കളയരുത്. അവരും മനുഷ്യരാണ്, അവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അതെങ്ങനെയാണ് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മളത് കേൾക്കണം. അത് നമ്മളുടെ ഭാഗത്തു നിന്ന് അത് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് സോൾവ് ചെയ്ത് കൊടുത്താൽ അവരൊരിക്കലും നമ്മളായിട്ടിട്ട് പോകത്തില്ല. ഓക്കെ, അപ്പൊ മാം പറഞ്ഞു വരുന്നത് അവരുടെ വിഷമങ്ങൾ കേൾക്കാനും കൂടെ വേണ്ടി നമ്മളൊരു സംഭവം അല്ലെങ്കിൽ ഒരു സമയം നമ്മുടെ മാറ്റി വെക്കണം എന്നാണ്. അതെ, അവരെപ്പോഴും നമ്മുടെ അടുത്ത് വിഷമമൊന്നും പറയത്തില്ല. അത്രയും സഹികെടുമ്പോഴാണ് അവർ വന്ന് പറയണത്. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഉള്ളതെന്ന് പറയണത് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മാത്രമേ സ്റ്റാഫുകളായിട്ട് നമുക്കുണ്ടാവാൻ പാടുള്ളൂ. അത് പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോഴത്തേക്ക് അവിടെ അവരെന്നെ അത് പറഞ്ഞല്ലോ, ഞാൻ ഇത്രയും ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചല്ലോ എന്നൊക്കെ ഒരു ചിന്തകൾ വരും. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറയണത് പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് തന്നെയാണ്. പക്ഷെ അവർക്ക് എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡെയിലി മീറ്റിംഗ് ഒക്കെ വെക്കാറില്ല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അതുപോലെ മീറ്റിംഗ് വെക്കുന്ന സമയത്ത് അവർക്ക് പേഴ്സണലി നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം. അവർ
അവരായിട്ട് പറയത്തില്ല, കാര്യം അവർ നമ്മളെ വേറൊരു ആളായിട്ടായിരിക്കുമല്ലോ കാണുന്നത്. സമയത്ത് നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ, ഓപ്പണായിട്ട് പറയൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനൊരു സ്പേസ് അവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലായി അവർ ഉറപ്പായിട്ടും പറയും. ഇപ്പൊ മാം പറഞ്ഞല്ലോ നമുക്ക് പ്രൊഡക്റ്റ് ട്രെയിനിങ് കൊടുക്കണം ഫ്രീക്വന്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ, അപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഓക്കെ, നമ്മൾ പ്രൊഡക്റ്റിന് ട്രെയിനിങ് കൊടുക്കുക. നമ്മൾ പ്രൊഡക്റ്റ് മാത്രമല്ല, എന്താണെങ്കിലും നമുക്ക് സ്റ്റാഫുകൾക്ക് അവർ ഏത് മേഖലയിലാണോ ചെയ്യുന്നത് അതിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമ്മളുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ടും നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളതും ഈ ഒരു സ്റ്റാഫിനെ അറിയിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയായിരിക്കും അല്ലേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷെ നമ്മൾ സ്റ്റാഫിന്റെ അടുത്തൊന്നും പറയൂല. അത് പഠിക്ക്, ഇത് പറയ്ക്കുക, എന്നിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്യും, ഇങ്ങനെയൊക്കെയാണ് പറയണേ. ശരിക്കും എന്താണ് നമ്മുടെ മനസ്സിലുള്ളത്, നമ്മൾ എന്താണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് ഓപ്പൺ ആയിട്ട് അവരുടെ അടുത്ത് സംസാരിക്കണം. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അത് പ്രോപ്പറായിട്ട് പറയുക, പറഞ്ഞതിന് ശേഷം നമ്മളുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഈ പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പ്രോഡക്റ്റിൽ അവർക്ക് വിശ്വാസം ജനിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് വലുതായിരിക്കും, ഈ വരുന്ന ആ ഒരു അവരൊന്നൊരു തേർഡ് പാർട്ടി ആയിട്ടായിരിക്കുമല്ലോ വരുന്നത്. അവർക്ക് നമ്മുടെ പ്രോഡക്റ്റ് എന്തുവാണോ ഏതാണെന്നൊന്നും അറിയത്തില്ല. നമ്മളിത് പഠിക്കുക, നിങ്ങളിത് പോയി പറയും, മറ്റുള്ളവർ പ്രൊമോട്ട് ചെയ്യുന്നൊന്നും പറഞ്ഞാലൊന്നും അവർ സംശയത്തോടു കൂടിയാണ് പോയി ചോദിക്കണത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് പ്രസന്റ് ചെയ്യുന്നത്. അത് നമ്മളെ ബാധിക്കും. അപ്പം നമ്മളുടെ പ്രോഡക്റ്റിന്റെ ഫീഡ്ബാക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിന്റെ ആ ക്വാളിറ്റിയും നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനിങ് ടൈമിൽ ഇതൊക്കെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ഓഫ് കോഴ്സ് പ്രോഡക്റ്റ് നോളജ് വേണം. പിന്നെ നമ്മുടെ കമ്പനിയെ പറ്റിയിട്ട് അവരറിഞ്ഞിരിക്കണം, ട്രെയിനറിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം, ഓണറിനെ പറ്റിയിട്ട്, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ വന്നിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം നമ്മൾ ആ ഒരാളെ പഠിപ്പിച്ചു കൊടുക്കണം. അതിപ്പം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനം പ്രോപ്പർ വേയിലാണോ എന്നുള്ളത് ആ ഒരു സെയിൽസ് സ്റ്റാഫ് അറിഞ്ഞാൽ മാത്രമേ അവർക്ക് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഫേക്ക് പ്രോഡക്റ്റ് ഒന്നും നമുക്ക് ഒരിക്കലും അധിക നാളൊന്നും മറ്റുള്ളവരിലേക്ക് എത്തിച്ച്, വൺസ് അത് നമുക്ക് ഫേക്ക് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റാഫിന് ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവർ സംശയത്തിൽ ആരെങ്കിലും ഒരു തെറ്റായ കാര്യം പ്രചരിപ്പിക്കത്തില്ലല്ലോ. അതുപോലെ തന്നെ അപ്പം നമ്മൾ പ്രോപ്പർ വെയിലാണെന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അതിനുശേഷം ക്ലോസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഇതിപ്പോൾ ക്ലോസിങ്ങിന്റെ കാര്യം മാത്രമല്ല, എല്ലാത്തിൻ്റെയും മാർക്കറ്റിംഗ് ആണെങ്കിലും എല്ലാത്തിൻ്റെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു രേഷ്മയ്ക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാലും സ്ഥാപനത്തിന്റെ പേര് ഒന്നും പറയണ്ട. ഒരു ഫേക്ക് ആണെന്ന് തോന്നിയപ്പോഴാണ് അവിടുന്ന് പോകുന്നത്, രേഷ്മ അവിടുന്ന് പോകുന്നത്. അത് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളോടുള്ള ഒരു എത്തിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. അതേപോലെ തന്നെ സ്റ്റാഫിനും ഉണ്ട് ആ ഒരു എത്തിക്സും എറ്റിക്കറ്റ്സും ഒക്കെ. അവരും അതേപോലെയാണ് കാണുന്നതും ചെയ്യുന്നത്. ആരും ഒരു ഫേക്ക് പ്രോഡക്റ്റ് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യത്തില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള നോളജ് അവർക്ക് കൊടുത്ത് അതിൽ നിന്ന് പ്രൊമോട്ട് എടുക്കുകയാണ് ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ നമ്മൾ ചെയ്യേണ്ടത്. അത് ട്രെയിനിങ് പീരീഡിലുള്ള അടുത്ത് നമ്മൾ ചില ആൾക്കാർ ട്രെയിനിങ് പീരീഡിൽ സാലറി കൊടുക്കത്തില്ല. അത് അതൊക്കെ നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ള കാര്യമാണെങ്കിൽ അവരോട് പറയണം നേരത്തെ. മൂന്ന് ദിവസം, നമുക്കിവിടെ 3 ദിവസമാണുള്ളത്. ആ 3 ദിവസം നിങ്ങൾക്ക് സാലറി ഇല്ല, അത് കഴിയുമ്പോൾ സാലറീഡ് ആണ് എന്നുള്ള കാര്യം നമ്മൾ അവരോട് പറയണം. അല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ലേ, കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കാര്യത്തിൽ. അത് എന്തിലും ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഇതിലും ഇമ്പോർട്ടൻസ് കൂടുതലാണ്. സ്റ്റാഫിന്റെ മൈൻഡ് സെറ്റ് നമ്മുടെ ബിസിനസ് ഗ്രോത്തിന് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? സ്റ്റാഫിന്റെ മൈൻഡ് സെറ്റ് നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുമെന്നല്ല ഞാൻ ചോദിച്ചേക്കുന്നത്. രേഷ്മയ്ക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും അത് എഫക്റ്റ് ചെയ്യും അല്ലേ? രേഷ്മയ്ക്ക് തോന്നുന്നു. ഇപ്പൊ രേഷ്മയ്ക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നിരിക്കുകയാണെങ്കിൽ, വീട്ടിൽ എന്തെങ്കിലും ഒരു സപ്പോസ് ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അന്ന് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആക്ച്വലി അത് ചെയ്യുന്നത് തെറ്റാണോ? തെറ്റാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് തെറ്റാണ്. ശരിയാ. നമ്മള് വർക്ക് ചെയ്യുന്നിടത്ത് അത് കാണിക്കാൻ പാടില്ല. നമ്മുടെ സ്റ്റാഫിന്റെ അടുത്ത് എപ്പോഴും പറയണതാണ്, നിങ്ങൾക്ക് എന്ത് പേഴ്സണൽ കാര്യം ഉണ്ടായിക്കോട്ടെ അത് ഇവിടെ നമ്മളുടെ അടുത്ത് കാണിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയാനാണ്. പക്ഷെ ഹ്യൂമൻ ബീയിങ് ആണ്, അവർക്ക് ഈ വിഷമങ്ങൾ ഹൈഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അതെന്തായാലും എക്സ്പ്രസ് ചെയ്യും. നമ്മുടെ മനസ്സിന് അത് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ബോഡിയും ബാധിക്കും. അപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത്
പ്രൊഫഷണൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയാം. ആ സാധനം നമ്മൾ അവരെ പഠിപ്പിക്കുക. അത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയണത് പ്രോപ്പറായിട്ട് മെഡിറ്റേഷൻ, പിന്നെ അവർക്ക് എന്തെങ്കിലും അപ്രീസിയേഷൻ കൊടുത്താൽ തന്നെ കുറേയൊക്കെ മാറും. അപ്രീസിയേഷൻ കൊടുക്കാവുന്നതാണ്. പിന്നെ ടൂർ കൊണ്ടുപോകാൻ, അവരിപ്പോൾ ടാർഗറ്റ് മീറ്റ് ചെയ്തായെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് അവരെ ടൂറിന് കൊണ്ടുപോയിക്കൂടാ? ചില ആൾക്കാരെന്ന് വെച്ചാൽ ടാർഗറ്റ് മീറ്റ് ചെയ്തു, ഓക്കെ ഇവൾ ഇത്തവണ ഇത്രയും ടാർഗറ്റ് ചെയ്യും, അടുത്ത തവണ ഇവർക്ക് കൂടുതൽ കൊടുക്കുക, അങ്ങനെ പറഞ്ഞവരെ ചൂഷണം ചെയ്യരുത്. നമ്മൾ ടൈം കൊടുക്കണം. അവർക്ക് ടൈം കൊടുത്ത് അവർക്ക് വേണ്ടിയിട്ട് അവരെ മനസ്സിലാക്കി നമ്മൾ അവരുടെ കൂടെ നിൽക്കണം. അവർക്ക് പ്രോപ്പറായിട്ട് ഓഫ് ആണെങ്കിലും ലീവ് ആണെങ്കിലും എല്ലാം നമ്മൾ കൊടുക്കണം. പിന്നെ അവർക്ക് അവരുടെ പേഴ്സണൽ ലൈഫും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് നമ്മൾ 8 hours വർക്കാണ്, അപ്പോൾ അവർക്കുണ്ടാവില്ല ഫാമിലി, അവരുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള ടൈം നമ്മൾ കൊടുക്കണം. ആ ടൈം നമ്മൾ വിളിച്ചിട്ട് ടാർഗറ്റ് അങ്ങനെയൊന്നും ചോദിച്ചുകൂടാ. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മളത് അവരിവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ വേറൊരാളാണ്. ഓക്കെ, നമ്മുടെ ഇവിടെ വർക്കിന് നിൽക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ അടുത്ത് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അത് കഴിഞ്ഞ് പോയി ഒരു ലീവ് എടുക്കുക, ഒരു ഓഫ് എടുക്കുക, ആ ആൾ പോയി കഴിയുമ്പോൾ അവരെ പുറകെ കിടന്ന് വിളിച്ച് അതെവിടെ ഇരിക്കുന്നത്, ഇതെവിടെ ഇരിക്കുന്നത്, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ശല്യം ചെയ്യാൻ പാടില്ല. അവർ പോകണം, അവരുടെ വഴിക്ക് വിടണം. വഴിക്ക് വിട്ടിട്ട് അവർ തിരിച്ചു വരുന്ന സമയത്ത് വേണം. പിന്നെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് തന്നെ അവരെ കുറേയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലുമൊക്കെ പ്രോത്സാഹനങ്ങൾ കൊടുക്കാം. അതോടൊപ്പം തന്നെ ഗിഫ്റ്റുകൾ ഓഫർ ചെയ്യാം. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്കും ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഇവിടെ വരും. ഓക്കെ, അയ്യോ ഇവിടുന്ന് പോയാൽ എങ്ങനെയാകും എന്നൊക്കെ ഒരു ചിന്ത വരും. അതൊക്കെ നമുക്ക് മാറ്റി അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. ആക്ച്വലി നമ്മൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാഫിൻ്റെ മൈൻഡ് സെറ്റ് നമ്മുടെ ബിസിനസ് ഗ്രോത്തിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ ഇപ്പോൾ മാം പറഞ്ഞു. ഇനി അവരുടെ മൈൻഡ് സെറ്റ് വലുതാക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഒരു കാര്യം ഞാൻ പറയാം. നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റണില്ല, നമ്മൾ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണെന്ന് വെച്ചോ, അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയണത് ചില സമയത്ത് സ്റ്റാഫായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സ് നമുക്ക് ഇത്രയും പ്രോഫിറ്റ് വേണം, അല്ലെങ്കിൽ ഇത്രയും ടേൺ ഓവർ വേണം എന്നൊക്കെയുള്ള ഒരു സംഭവം നമ്മുടെ മനസ്സിലുണ്ടാകും. അത് സ്റ്റാഫിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് ശ്രദ്ധിച്ചാൽ മതി, 10,000 രൂപ കൂടുതൽ സാലറി ഇവർ വാങ്ങൂല. ഇത് നമുക്ക് കൊടുക്കാനുള്ളത് വന്നാൽ പോലും ഇവർക്കത് വാങ്ങാൻ കഴിയില്ല. അതെന്ന് വെച്ചാൽ അവരുടെ മനസ്സ് വികസിച്ചിട്ടില്ല. ആ ഒരു ഫിനാൻഷ്യലി അവർ ഗ്രോ ചെയ്തിട്ടില്ല. ഫിനാൻഷ്യലി മനസ്സ് ഗ്രോ ചെയ്തിട്ടില്ല. അപ്പോൾ ഫിനാൻഷ്യലി നമ്മുടെ ആ മനസ്സ് ഗ്രോ ചെയ്തെങ്കിൽ മാത്രമേ ആക്ച്വലി നമുക്കും കൂടെ ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരൊരു 50,000 rupees അല്ലെങ്കിൽ ഒരു 1 lakh സാലറി വാങ്ങിക്കുന്ന രീതിയിൽ ഇവരുടെ മനസ്സ് വലുതാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് ഗുണം ചെയ്യുമല്ലോ. അറിയാലോ അതെങ്ങനെ ഗുണം ചെയ്യുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് നമുക്ക് ഗുണം ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഗ്രോ ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയണത്, അത് ഒന്ന് നമുക്ക് മെഡിറ്റേഷനും കൂടെ ചെയ്യാം. പിന്നെ നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ കൂടെ അവരെ കടന്നു കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഞങ്ങൾ പോയാലും ഞാനും സാറും കൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ കൂടെ കൊണ്ടുപോകും. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നമ്മളിപ്പോൾ സ്റ്റാർ ഹോട്ടലിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിർത്തണേ, അല്ല നിങ്ങൾ പോയിട്ട് വേറെ ഏതെങ്കിലും കുഞ്ഞു റൂം എടുത്തോ അങ്ങനെ നമ്മൾ പറയത്തില്ല. നമ്മൾ അവിടെ തന്നെ നിർത്താം. അതിൽ നിന്ന് ഒരുപാട് മാറ്റം രേഷ്മയ്ക്ക് തന്നെ മനസ്സിൽ ഗ്രോ ചെയ്തില്ല. ഓക്കെ, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്ന ഒരാളാണ്. അങ്ങനെ ഒരു സ്ട്രോങ് മെന്റാലിറ്റി, അല്ലെങ്കിൽ ഇനിയും ഗ്രോ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരത്തില്ലേ. അതേപോലെ നമുക്ക് നമ്മുടെ സ്റ്റാഫിനെയും കൊണ്ട് നമ്മൾ ഡയറക്റ്റ് പ്രോഗ്രാമിനൊക്കെ സ്റ്റാഫിനെ കൊണ്ടുവരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ അതാണ്. നമ്മൾ ഇപ്പം വെർച്വലിലാണെങ്കിലും നമ്മളിപ്പോൾ കുറച്ചൊരു കുഞ്ഞു സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്ത് അങ്ങനെ തീരേണ്ടതല്ല നമ്മളുടെ ലൈഫ് എന്ന് പറയണത്. നമ്മൾ കുറേ എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ അതെല്ലാം നമ്മൾ സ്വയം മനസ്സിലാക്കണം. എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മളുടെ മൈൻഡ് സെറ്റ് വലുതാക്കുക എന്നുള്ളതാണ്. മൈൻഡ് സെറ്റിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്നത്. നിനക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊരാൾ ചോദിക്കുന്നിടത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് പറയാൻ ആ ഒരു ആള് തന്നെ വില്ലിങ് ആവണമല്ലോ. ഓക്കെ, അപ്പം അതിലേക്ക് സ്റ്റാഫിനെ നമുക്ക് കൊണ്ടുവരണം. അത് അവരെയും കൂടെ അതിലേക്ക് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ റെഡി ആവത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ സെഗ്മെൻറ്റിൽ ഇപ്പോൾ മാം നമുക്ക് പറഞ്ഞേക്കുന്നത് ഒരു സ്റ്റാഫിനെ എപ്പോൾ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാഫിൻ്റെ സാലറി എപ്പോഴാണ് നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടത്,
അത് ഏത് സമയത്താണ് മാം ഒന്ന് പറയാമോ? ഓക്കെ, സ്റ്റാഫിന്റെ സാലറി എപ്പോൾ കൂട്ടണമെന്ന് വെച്ചാൽ സ്റ്റാഫ് നല്ല പ്രൊഡക്റ്റീവ് ആണെങ്കിൽ സാലറി കൂട്ടാം. ഓക്കെ, നമുക്ക് നമ്മുടെ കമ്പനിക്ക് ആ സ്റ്റാഫിനെ നമ്മൾ അഫോർഡ് ചെയ്യാൻ പറ്റണം. ആ സ്റ്റാഫ് ഇപ്പോൾ എത്ര സാലറി കൂട്ടി ചോദിച്ചാലും കൂട്ടി കൊടുക്കണം അങ്ങനെയല്ല ഞാൻ പറയണത്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് എങ്കിൽ നമുക്ക് സാലറി കൂട്ടാവുന്നതേ ഉള്ളൂ. അവർ നല്ല പ്രൊഡക്റ്റീവാണ്, അവർക്ക് കൺവേർഷൻ റേറ്റ് കൂടുതലാണ്, അവർ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാതെ തന്നെ ഒരു സ്റ്റാഫ് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ, ആ സ്റ്റാഫാണ് ബെസ്റ്റ് സ്റ്റാഫ്. ചില ആൾക്കാർ വെച്ച് നമ്മളെല്ലാം പറയണത് സ്പൂൺ ഫീഡിങ് ആണ്. സ്പൂൺ ഫീഡിങ് കൊടുത്താൽ അത്ര ചെയ്യത്തില്ല. ചിലർ 1-2 തവണ പറഞ്ഞു കഴിയുമ്പോൾ അവർ തനിയെ ചെയ്യാൻ നോക്കും, അവർക്കാണ് നമ്മൾ സാലറി കൂട്ടുന്നത്. അല്ലാത്തവർക്ക് നമ്മൾ ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നതാണെങ്കിൽ ആക്ച്വലി അത് നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്, അവർക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ സമയത്ത് സാലറി കൂട്ടിയിട്ട് കാര്യമില്ല. അല്ലാതെ നല്ല പ്രൊഡക്റ്റീവ് ആണെങ്കിൽ നമ്മൾ സാലറി കൂട്ടണം, കൊടുക്കാതിരിക്കരുത് ഒരിക്കലും. അവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഹാർഡ് വർക്ക് നമ്മൾ കാണാതെ ഒരിക്കലും സാലറി കൂട്ടണം. ഓക്കെ, അപ്പോൾ മാം പറഞ്ഞു, ഇപ്പോൾ സാലറീൻ്റെ കാര്യം പറഞ്ഞു. അപ്പം അതിൽ എനിക്ക് വന്നൊരു സംശയമാണ്, നമ്മൾ സാലറി മാത്രമാണോ നല്ലത് അതോ സാലറി പ്ലസ് ഇൻസെൻറ്റീവ് ആണോ നല്ലത്? ഓക്കെ, സാലറി മാത്രമാണോ നല്ലത് സാലറി പ്ലസ് ഇൻസെൻറ്റീവ് ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് പ്രോഡക്റ്റ് ബേസ്ഡ് ആണ്. എന്നാലും സാലറി പ്ലസ് ഇൻസെൻറ്റീവ് ആണ് എപ്പോഴും നല്ലത്. അതെന്താണ്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാലറി നമ്മളൊരു ഫിക്സഡ് സാലറി ആണല്ലോ അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ വർക്ക് ചെയ്യുന്നു. ഒരു 30 days ഒരു 26 days അങ്ങനെയാണല്ലോ നമുക്ക് അറ്റൻഡൻസ് വരുന്നത്. അവർക്കൊരു 30,000 rupees ആണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചോളൂ. 30,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യും. അവർ ചെയ്താലും ചെയ്തില്ലാലും നമ്മൾ പൈസ കൊടുക്കണം. എന്തായാലും കൊടുക്കണമല്ലോ, കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അവർക്ക് കൺവേർഷൻ ആയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ അവരത് ചെയ്തില്ല ഇവരിത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സാലറി കിട്ടും. എന്നാൽ വാക്ക് പറഞ്ഞ വാക്കാണ്. നമ്മളിപ്പോൾ എന്തായാലും അവർക്ക് ഓഫർ ലെറ്ററും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടായിരിക്കുമല്ലോ എടുക്കണ സമയത്ത്. അവരതും കൊണ്ട് വരും, നോക്ക് നിങ്ങളിത് പറഞ്ഞല്ലേ, നിങ്ങൾ ഓഫർ ചെയ്തിട്ടാണ് ഞാൻ വന്നതെന്ന് പറയാം. അപ്പോൾ നമുക്ക് അവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസെൻറ്റീവ് ബേസ്ഡ് ആണെങ്കിൽ നമുക്കൊരു സാലറി ഇപ്പോൾ ഒരു 10,000 പ്ലസ് ഇൻസെൻറ്റീവ് നിങ്ങൾ എടുക്കുന്ന അഡ്മിഷൻ ആണെങ്കിൽ അവരെടുക്കാതിരിക്കുമോ? ഇല്ല, അവരെടുക്കാതിരിക്കും. കാരണം ഇപ്പോൾ നമുക്ക് നമ്മുടെ തന്നെ കാര്യം നോക്കാം. ഇവിടെ നമുക്ക് സിൽവർ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡയമണ്ട് മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് ഒരു നിശ്ചിത എമൗണ്ട് ആ എടുക്കുന്ന സ്റ്റാഫിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടല്ലേ അവരെടുക്കണം. അല്ല എങ്കിൽ അവരെടുക്കും. അവർക്ക് എടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം? എടുത്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ഇവിടെയാണെങ്കിൽ എടുത്ത നേട്ടമുണ്ട് അവർക്ക്, അത് നമ്മൾക്ക് ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻസെൻറ്റീവ് ബേസിൽ എടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾക്ക് അവർ കൊണ്ടുവരുന്നതിന്റെ ഒരു വരുമാനമല്ലേ കൊടുക്കണേ. അത് നമുക്കിപ്പോ അവര് ഒരു അഡ്മിഷൻ കൊണ്ടുവരുന്നതിന്റെ ഒരു വിഹിതം നമ്മൾ അവർക്ക് കൊടുക്കുന്നു. ഓക്കെ, അതല്ലേ വരണം, വലിയ പ്രശ്നമില്ല. നമ്മളും സേഫ്, അവരും സേഫ്. അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ടുള്ള എൻ്റെ സംശയം വരുന്നതാണ്, നമ്മൾ ഏതൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ ഫാമാണ്, പല എഡ്യൂക്കേഷൻ ഫാമുകൾ നമ്മൾ കാണുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും മൈൻഡിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഡിജിറ്റലിൻ്റെ ആണെന്നുണ്ടെങ്കിലും. പക്ഷെ അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പഠിപ്പിക്കുന്ന അധ്യാപകനെ മാത്രമാണ് സ്റ്റുഡൻസ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് അല്ലെങ്കിൽ താങ്ക്സ് പറയുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നമ്മുടെ JJ എന്ന് പറയുന്നത്. അവിടെ എവിടെ സാറിൻ്റെ പേരുണ്ടോ അവിടെ ടീം JJ അതും കൂടെ ഉണ്ടായിരിക്കും. അത് എന്നാൽ മാത്രമേ സ്റ്റുഡൻസ് ആ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. സോ അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? നമ്മുടെ കമ്പനിയുടെ ആണെന്നുണ്ടെങ്കിലും ടീം ഡോക്ടർ വിപിൻ അല്ലെങ്കിൽ വിപിൻ സാറിൻ്റെ പേരിൻ്റെ കൂടെ എപ്പോഴും നമ്മുടെ ടീം ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? സ്റ്റുഡൻസിന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പല ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സ്റ്റുഡൻസിന് എന്തെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടാണോ ഇങ്ങനെ പറയിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ. സോ അതെങ്ങനെയാണ് സ്റ്റുഡൻസ് മനസ്സെന്ന് പറയുന്നത്? ഇങ്ങനത്തെ ഒരു സ്റ്റാഫുകളെ ഇങ്ങനെ വാർത്തെടുത്തു എന്നല്ലേ അറിയേണ്ടത്. ഒരു നല്ലൊരു ബിരിയാണി കടയാണെന്ന് വെച്ചാലേ അത് ആരൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവിടെ ആള് വരും. എന്തൊക്കെ ചെയ്താലും ആള് വരും അല്ലേ? അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റൂല. ഒരാളൊരു എഫേർട്ട് അവിടെ ഇടുന്നുണ്ടെങ്കിൽ അത് കാണാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അത് ഒരു പരിധിവരെ നമുക്കതിനെ മൂടിക്കെട്ടി വെക്കാൻ പറ്റും. അത് അതിന്റെ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തോട്ട് തന്നെ വരും. അതെന്ത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ സ്റ്റാഫിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ JJയിൽ ഈ സ്റ്റാഫുകളെ കിട്ടിയത് എന്ന് പറയണത് ഇവരാരും ഇപ്പൊ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ പറയാണ്, ഇവരാരും ആക്ച്വലി എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫുകളായിരുന്നില്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫും JJയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ആക്ച്വലി സത്യം അല്ലേ.
രേഷ്മ അത്ര എക്സ്പീരിയൻസോടുകൂടി അല്ല വന്നത്. നമ്മുടെ ശരണ്യ, വിമൽ, പിന്നെ ഉള്ളത് ഷെൽമ, സുരഭി, ഇവരാർക്കും ഒരു എക്സ്പീരിയൻസ് ഉള്ളവരല്ല. ആക്ച്വലി ഇവിടെ വന്ന് നിങ്ങൾ സ്കിൽ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്, നിങ്ങൾ വാർത്തെടുത്തതാണ് അല്ലേ? നിങ്ങൾ വാർത്തെടുത്തതെന്ന് പറയാം, നിങ്ങൾക്ക് ആ ഒരു മനസ്സോടുള്ളത് കൊണ്ടാണ് അത് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ സാറ് നമ്മളെ ആ ഒരു രീതിയിലേക്കാണ് നമ്മളെ നയിച്ചുകൊണ്ടിരുന്നത്. കൂടെ ഉള്ളവരും വളരണം എന്നുള്ള ഒരു തോന്നൽ സാറിനുള്ളത് കൊണ്ടാവാം. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നിങ്ങൾ സ്വയം ഡെവലപ്പ് ആയത്. ഓക്കെ, ഡെവലപ്പായി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നോളജ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ട്രെയിനിങ് തരുന്നുണ്ട്, എങ്ങനെ സംസാരിക്കണം, എങ്ങനെയാണ് സ്റ്റാഫിനെ കാണേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്റ്റുഡൻസിനെ കാണേണ്ടത്, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് പ്രോപ്പർ ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ അതാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ദേഷ്യപ്പെട്ട് നിങ്ങൾ ഭയങ്കര ഒരു കെയറും കൊടുക്കാതെ ഇടുവാണെങ്കിൽ അവരൊരിക്കലും നിങ്ങളുടെ പേര് പറയൂ ഇല്ല. നിങ്ങളത് കൊടുക്കുന്നുള്ളത് കൊണ്ടല്ലേ അവരൊന്ന് പറയുന്നത്. അപ്പൊ ആ കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട്. ആ മനസ്സ് വളർത്തിയെടുത്തത് സാറാണ് അല്ലേ? സാറ് നിങ്ങൾക്ക് വളർത്തിയെടുത്തതാണ്. ഇങ്ങനെ വേണം, നമുക്ക് കസ്റ്റമർ കെയർ ഇങ്ങനെ ആകണം എന്നുള്ളത് സാറിന്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് കൂടെ നിങ്ങൾ പറയണത്. പിന്നെ നമ്മളുടെ എല്ലാവരും, ഞാൻ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇടുന്ന എഫേർട്ട് അതിന് റിസൾട്ട് ഉണ്ട്, എപ്പോഴാണെങ്കിലും റിസൾട്ട് ഉണ്ട്. അപ്പൊ ഇങ്ങനെ സ്റ്റാഫിനെ വാർത്തെടുക്കണമെങ്കിൽ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങൾ സ്റ്റാഫിനെ വാർത്തെടുക്കണമെങ്കിൽ മെയിൻലി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റിൽ ആ ഒരു വിശ്വാസം നിങ്ങൾ ആ സ്റ്റാഫിനിൽ ജനിപ്പിക്കുക എന്നുള്ളതാണ്. അത് ജനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം നമുക്ക് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ മാമിനെ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റാഫ് സെഗ്മെന്റിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നു ആദ്യം, പിന്നെയാണ് ഇപ്പോൾ മാം പതിയെ മുന്നോട്ട് വന്നത്. ഇപ്പോൾ ഞാൻ ഓപ്പൺ ആയിട്ടൊന്ന് പറയാം, മാം എങ്ങനെയാണ് നമ്മളെ, അതായത് എന്നെയും കൂടെ നമ്മൾ ഇൻവിസിബിൾ ആയിട്ട് നമ്മളെ മാനേജ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ഷാലു മിസ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഷാലു മിസ്സാണ് അത് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാഫിൻ്റെ എന്ത് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾ ഓരോ ക്യുക്ക് മീറ്റിംഗ് കഴിയുമ്പോഴും അല്ലെങ്കിൽ സ്ട്രാറ്റജി മീറ്റിംഗ് കഴിയുമ്പോഴും എപ്പോഴും സാറ് പറയാനുള്ളതാണ്, ഷാലു മിസ് അങ്ങനെ സ്റ്റാഫിനെ ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇത്ര സ്കെയിലപ്പ് വന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ മാം എങ്ങനെയാണ് ഈ സ്റ്റാഫ് മാനേജ്മെൻറ്റിലും അതുപോലെ തന്നെ ടീം ബിൽഡിങ്ങിലും എക്സ്പെർട്ട് ആയത്? അതുപോലെ തന്നെ സ്റ്റാഫ് മാനേജിങ് സ്കിൽ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ ഈ ബിസിനസ് കോടികളിലോട്ട് സ്കെയിലപ്പ് ചെയ്തത്? ആ രഹസ്യം ഒന്ന് പറയാമോ? ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു സ്റ്റാഫ് മാനേജ്മെന്റ് സ്കിൽ എനിക്ക് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഞാൻ 8 years എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. സ്റ്റാഫ് നഴ്സായിട്ട് ഞാൻ ഗവൺമെൻറ്റിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ ശരിക്കും സ്റ്റാഫുകളുടെ ആ ഒരു വിഷമം, നമ്മൾ എന്തായാലും അനുഭവിക്കുന്ന കുറേ വിഷമങ്ങൾ ഉണ്ടാവില്ലേ, അത് ഇപ്പോൾ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നപ്പോഴും ഈ സ്റ്റാഫുകൾക്ക് ഇത് തന്നെയല്ലേ ഉണ്ടാവുക. ഓക്കെ, സ്റ്റാഫ് ഏത് ജോബ് ആയിക്കോട്ടെ, എന്നാലും അവർക്ക് കുറേ ഒരു പെയിൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പൾസ് എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. അതാണ് മെയിൻലി. അത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. അത് ഇവരെന്താ പറഞ്ഞു വരുമ്പോഴേ എനിക്കറിയാം എന്താ ഇനി അടുത്ത് പറയാൻ പോണേന്ന് എനിക്ക് അറിയാൻ പറ്റും. ആ ഒരു ലെവലിലേക്ക് ഞാൻ ഇവരെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോ സ്റ്റാഫുകളും എന്താണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരൊരു ഹായ് ഇടുമ്പോൾ തന്നെ എനിക്കറിയാം അടുത്ത് എന്ത് പറയാനാണ് അവർ ഹായ് ഇട്ടേക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റും. ഇങ്ങോട്ട് ഞാൻ ചില സമയത്ത് രേഷ്മ എടുത്ത് ചോദിച്ചിട്ടുണ്ട്, നീ ഇതല്ലേ പറയാൻ വരുന്നത്, എനിക്കറിയാം എന്ന്. കാര്യം അത്രയ്ക്ക് ഞാൻ അവരെ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ തന്നെയല്ല, ഇവരെ ഈ പൈസ ഉണ്ടാക്കുന്ന ഒരു ബാധി എന്നതിൽ ഉപരി, അല്ലെങ്കിൽ നമ്മുടെ പൈസ നഷ്ടപ്പെടുത്തുന്ന ഒരാൾ, അങ്ങനെ ആൾക്കാർ കാണുന്നത്, എൻ്റെ പൈസ കൊണ്ട് കളയാണ് ഇവർ ഇങ്ങനെ എന്നതിന് പകരം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഇവരെല്ലാവരും മനുഷ്യരാണ്. അവരിവിടെ ജോലി ചെയ്യുന്നു എന്നതിനർത്ഥം എന്ന് പറയുന്നത് അവർ നമ്മളെ സഹായിക്കല്ലേ, ഒരുപാട് സഹായിക്കുകയാണ് നമുക്ക്, നമ്മൾ സ്കെയിലപ്പ് ആവാനും എല്ലാത്തിനും അപ്പോൾ അവരെ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യണം എന്നുള്ള ഒരു ഇതിലേക്ക് മാറി. അങ്ങനെയാണ് ഈ ഒരു സ്കെയിലപ്പിലേക്ക് വരാൻ ഉള്ള റീസൺ. അവരെ വെച്ച് തന്നെ നമുക്ക് സ്കെയിലപ്പ് ആവും. നമ്മൾ അവരെ ചൂഷണം ചെയ്യല്ല ചെയ്യണത്, അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാണ്, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെപ്പോഴും പറയണ പോലെ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. നമ്മൾ അവരെ ഡിസ്റെസ്പെക്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി അത് നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ഇങ്ങനെയാണ് സ്കെയിലപ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ എന്തും അവരുടെ അടുത്ത് തുറന്നു പറയും. എനിക്കിതാണ് വേണ്ടത്, ഞാൻ ഇതാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് ഞാൻ ഓപ്പണായിട്ട് അവരുടെ അടുത്ത് പറയും. അപ്പോൾ അവർ ഓക്കെ നമുക്ക് നോക്കാം
എന്ന് ഉള്ള ഒരു ചിന്തയിലേക്കാണ് മാറുന്നത്. അങ്ങനെയാണ് ഈ ഒരു സ്കെയിലപ്പിലേക്ക് കടന്നത്.